Hi students, welcome to today's class. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 12ാം ക്ലാസ് കെമിസ്ട്രിയിലെ 8th യൂണിറ്റ് ആയ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശിലായുഗവും ലോഹയുഗവും ഒക്കെ. ഈ ശിലായുഗത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളും ഒക്കെ ആയിരുന്നു. എന്നാൽ ലോഹയുഗം വന്നപ്പോൾ അതിൽ ലോഹങ്ങളുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അയൺ ഏജ്, ബ്രോൺസ് ഏജ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്നേരം അതിലെ അയൺ, കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ് ഇതെല്ലാം നമ്മുടെ ട്രാൻസിഷൻ എലിമെന്റ്സ് ആണ്. ഇതെല്ലാം മാനവിക സംസ്കാരത്തിന്റെ ഓരോ നാഴികക്കല്ലുകളായിരുന്നു ഈ ലോഹങ്ങളിലെല്ലാം കണ്ടുപിടുത്തം. നമുക്ക് പറയാം, അയൺ, കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ് are among the transition elements that have played important role in the development of human civilization. In the inner transition elements such as thorium, uranium are proving excellent source of nuclear energy in modern times. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ് ആണ്. പീരിയോഡിക് ടേബിളിനകത്തെ ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയുള്ള ഇലമെന്റ്സിനെയാണ് ഡി ബ്ലോക്ക് ഇലമെന്റ്സ് എന്ന് പറയുന്നത്. എഫ് ബ്ലോക്ക് ഇലമെന്റ്സ് എന്ന് പറയുന്നത് അതിന് താഴെ കിടക്കുന്ന ലാന്തനൈഡ് തൊട്ട് ലാന്തനൈഡ് സീരീസും ആക്ടിനൈഡ് സീരീസുമാണ് എഫ് ബ്ലോക്ക് ഇലമെന്റ്സ്. നമ്മൾ നേരത്തെ എസ് ബ്ലോക്കും പി ബ്ലോക്കും പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഡി ബ്ലോക്കും എഫ് ബ്ലോക്കും ആണ്. എന്തായിരിക്കും ഡി ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ? ഡി ബ്ലോക്കിൽ എലിമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത് ഡി ഓർബിറ്റിലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഡി ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറയുന്നത്. എഫ് ബ്ലോക്കിൽ എഫ് ഓർബിറ്റിലായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. എഫ് ബ്ലോക്കിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ലാന്തനൈഡ് സീരീസും ആക്ടിനൈഡ് സീരീസും. ലാന്തനൈഡ് സീരീസിനകത്ത് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത് 4f ഓർബിറ്റിനകത്താണ്. ആക്ടിനൈഡ് സീരീസിനകത്ത് ലാസ്റ്റ് ഇലക്ട്രോൺ 5f ഓർബിറ്റലിനകത്താണ്. അതായത് നിങ്ങൾക്ക് എഫ് ബ്ലോക്ക് എലിമെന്റ്സിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം, ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡി ബ്ലോക്ക് എലിമെന്റ്സിനെ പറ്റി പഠിക്കാം. എന്താണ് ഡി ബ്ലോക്ക് എലിമെന്റ്സ്? ദി എലിമെന്റ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ ബിലോങ് ടു ഗ്രൂപ്പ് 3 to 12 ആർ നോൺ ആസ് ഡി ബ്ലോക്ക് എലിമെന്റ്സ്. കാരണം because in these elements last electron enters in d orbital. The d block elements lies in between s and p block elements in the periodic table. s ബ്ലോക്കിനും p ബ്ലോക്കിനും ഇടയ്ക്കാണ് d ഓർബിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ട്രാൻസിഷൻ എലിമെന്റ്സ് എന്ന് പറയാം. ട്രാൻസിഷൻ എലിമെന്റ്സ്. A transition element is defined as the one which has incompletely filled d orbitals in its ground state or in any one of its oxidation state. എന്നാൽ ഇവിടെ കണ്ടീഷൻ വേണ്ടത് ഇൻകംപ്ലീറ്റ് ഡി ഓർബിറ്റൽ ആയിരിക്കണം. എ ട്രാൻസിഷൻ എലിമെന്റ് ഷുഡ് ഹാവ് പാർഷ്യലി ഫിൽഡ് n-1 into d orbital. പാർഷ്യലി ഫിൽഡ് n-1 into d orbital. നമുക്ക് ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ പറയാം: n-1 into d 1 to 10, ns 1 to 2. നിങ്ങൾക്കറിയാം ഡി ഓർബിറ്റലിനകത്ത് മാക്സിമം കൊള്ളുന്നത് 10 ഇലക്ട്രോൺസ് ആണ്. 1 തൊട്ട് 10 വരെ ഡി ഓർബിറ്റലിനകത്തുണ്ട്. എസിനകത്ത് 1 to 2. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലിമെന്റ്സ് n-1 into d 1 to 10, ns 1 to 2. ഇപ്പം നമ്മൾ ഡി ബ്ലോക്ക് എന്നും ട്രാൻസിഷൻ എലിമെന്റ് എന്നും നമ്മൾ പേര് കേട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഓൾ ഡി ബ്ലോക്ക് എലിമെന്റ്സ് ആർ നോട്ട് ട്രാൻസിഷൻ എലിമെന്റ്സ്, ബട്ട് ഓൾ ട്രാൻസിഷൻ എലിമെന്റ്സ് ആർ ഡി ബ്ലോക്ക് എലിമെന്റ്സ്. എല്ലാ ഡി ബ്ലോക്ക് എലിമെന്റ്സും ട്രാൻസിഷൻ എലിമെന്റ്സ് ആകണമെന്നില്ല. എന്നാൽ ട്രാൻസിഷൻ എലിമെന്റ്സ് ഡി ബ്ലോക്ക് എലിമെന്റ്സ് ആണ്. ഇതെന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. All d block elements are not transition elements because d block elements like zinc d block element ആണ്.
സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ സിങ്ക് ഹാവ് ഫുൾ D10 കോൺഫിഗറേഷൻ in their ground state as well as in their common oxidation state, which is not according to definition of transition element. Transition element അനുസരിച്ചുള്ള ഇതല്ല സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സിങ്കിനകത്ത് D ഇലക്ട്രോൺ പാർഷ്യലി ഫിൽഡ് അല്ല, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സിങ്കിനെ ട്രാൻസിഷൻ എലിമെന്റ് എന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. സിങ്കിനെ നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ എലിമെന്റ് എന്നൊരു വേറൊരു പേരും കൂടെ വിളിക്കും. സ്യൂഡോ ട്രാൻസിഷൻ എലിമെന്റ്. എന്താണ് സ്യൂഡോയുടെ അർത്ഥം? കള്ളത്തരം. കള്ളത്തരത്തിൽ ട്രാൻസിഷൻ എലിമെന്റ് ആയിട്ടിരിക്കുന്നു സിങ്ക് എന്നാണ് പറയുന്നത്. അന്നേരം സിങ്കിന് ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് D ആണ്, അതുകൊണ്ട് D ബ്ലോക്ക് എലിമെന്റ് ആണ്, പക്ഷേ ട്രാൻസിഷൻ എലിമെന്റ് അല്ല. അന്നേരം നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആൻസർ എഴുതണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓൺ വാട്ട് ഗ്രൗണ്ട് ക്യാൻ യു സേ ദാറ്റ് സ്കാൻഡിയം ഒരു D ബ്ലോക്ക് എലിമെന്റ് ആണ്. അതിന്റെ ആറ്റോമിക് നമ്പർ 21 ആണ്. സ്കാൻഡിയം ഇസ് എ ട്രാൻസിഷൻ എലിമെന്റ് ബട്ട് സിങ്ക് ഇസ് നോട്ട്. അന്നേരം നമ്മൾ മനസ്സിലാക്കണം. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് 3D ഓർബിറ്റൽ ഇൻ കേസ് ഓഫ് സ്കാൻഡിയം ആറ്റം, അതായത് സ്കാൻഡിയത്തിന്റെ D ഓർബിറ്റലിന്റെ കോൺഫിഗറേഷൻ 3D1 ആണ്. അതായത് D ഓർബിറ്റിനകത്ത് ഒറ്റ ഇലക്ട്രോൺ ഉള്ളൂ. അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള 3D ഓർബിറ്റലാണ്. അതുകൊണ്ട് സ്കാൻഡിയത്തെ ട്രാൻസിഷൻ എലിമെന്റ് ആയിട്ട് കരുതുന്നു. എന്നാൽ സിങ്കിന് കംപ്ലീറ്റ്ലി ഫിൽഡ് D ഓർബിറ്റലാണ്, D10 ആണ്. അതുകൊണ്ട് ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് റിഗാർഡ് ആസ് എ ട്രാൻസിഷൻ എലിമെന്റ്. സിങ്കിനെ ട്രാൻസിഷൻ എലിമെന്റ് ആയിട്ട് കരുതുന്നില്ല, സ്കാൻഡിയത്തെ കരുതുന്നു. അന്നേരം അതിനുവേണ്ടി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി പ്രൂവ് ചെയ്താൽ മതി. ട്രാൻസിഷൻ എലിമെന്റ്സ് അല്ലെങ്കിൽ D ബ്ലോക്ക് ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെയുള്ള എലിമെന്റ്സ് ആണ് D ബ്ലോക്ക് എലിമെന്റ്സ്. ഈ D ബ്ലോക്ക് എലിമെന്റ്സിനെ നമ്മൾ പലതായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ സീരീസ് ആണ് 3D സീരീസ്. നമുക്ക് ഒബ്സർവ് ചെയ്യാം 3D സീരീസ് പീരിയോഡിക് ടേബിളിനകത്ത് എത്രാമത്തെ പീരീഡ് ആണെന്ന്. നമ്മൾ കാണുകയാണ് 4ാമത്തെ പീരീഡിലാണ് 3D സീരീസ് സ്ഥിതി ചെയ്യുന്നത്. 4ാമത്തെ പീരീഡിലാണ്. എന്തായിരിക്കും 3D സീരീസ്? 3D സീരീസിലെ ഇലമെന്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത് 3D ഓർബിറ്റിനകത്തായിരിക്കും. അതുകൊണ്ടാണ് ഇത് 3D സീരീസ് എന്നറിയപ്പെടുന്നത്. 4Dയിലാണെങ്കിൽ അതിനെ 4D സീരീസ് അല്ലെങ്കിൽ 4D D ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറയുന്നത്. 5Dയിലാണെങ്കിൽ 5D സീരീസ്. 6Dയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നെങ്കിൽ അതിന് 6D സീരീസ് എന്ന് പറയും. ഈ 6Dക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് ഇൻകംപ്ലീറ്റ് ആണ്. ഇൻകംപ്ലീറ്റ് ആണ് 6D സീരീസ്. നമ്മൾ 4 ഓഫ് ഇലക്ട്രോൺ F ബ്ലോക്ക് എലിമെന്റ്സിനെ ഇന്നർ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്നും പറയും. ഇന്നർ ട്രാൻസിഷൻ എലിമെന്റ്സ്. D ബ്ലോക്കിനെ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്നും F ബ്ലോക്കിനെ ഇന്നർ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്നും പറയുന്നു. ഓർത്തിരിക്കുക. നമുക്ക് 3D സീരീസിലെ എലിമെന്റ്സിനെ ഒന്ന് പരിചയപ്പെടാം. 3D സീരീസിലെ എലിമെന്റ്സ് സ്കാൻഡിയം 21 ആണ് ആറ്റോമിക് നമ്പർ. സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ ആർഗൺ, നോബൽ ഗ്യാസ് ആണ് ആർഗൺ. ആർഗന്റെ ആറ്റോമിക് നമ്പർ 18 ആണ്. 18 4s2 3D1. ആർഗൺ 4s2 3D1 എന്നാണ് സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതുന്നത്. 4sൽ 2 ഇലക്ട്രോൺ ഉണ്ട്, 3Dയിലേക്കകത്ത് ഒറ്റ ഇലക്ട്രോണും. 3D ബ്ലോക്കിനകത്ത് നിങ്ങൾക്കറിയാം 3D ഷെല്ലിനകത്ത് 5 ഓർബിറ്റലുണ്ട്. 5 ഓർബിറ്റൽ. അതിനകത്ത് ആദ്യത്തെ ഓർബിറ്റലിനകത്ത് വന്ന് D1 നിന്നു. അടുത്ത എലമെന്റ് ആണ് ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന്റെ ആറ്റോമിക് നമ്പർ ആണ് 22. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ ആർഗൺ 4s2 3D2 ആണ്. 3Dയിലെ 2 ഇലക്ട്രോൺ അൺപെയർഡ് ആയിട്ടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അൺപെയർഡ് ആയിട്ട് ഓരോ ഓർബിറ്റിനകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അനുസരിച്ച് ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞ് മാത്രമേ പെയറിംഗ് നടക്കാവുള്ളൂ. അതുകൊണ്ട് ടൈറ്റാനിയത്തിനകത്ത് 2 D ഇലക്ട്രോൺ ഓരോ ഓർബിറ്റിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്താണ് വനേഡിയം. വനേഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ ആണ് 23. ഈ 23 ആറ്റോമിക് നമ്പർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 4s2 3D3. നമ്മൾ ഒബ്സർവ് ചെയ്യാണ്
ഓരോ ഇലക്ട്രോണും ഓരോ ഓർബിറ്റിനകത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഓരോ ഇലക്ട്രോൺസും ആറ്റോമിക് നമ്പർ കൂടുന്ന അനുസരിച്ച് ഓർബിറ്റിൽ വന്ന് പ്രോഗ്രസീവായിട്ട് ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോൺസ്. അടുത്ത എലമെന്റ് ആണ് ക്രോമിയം. ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24 ആണ്. 24 ആർഗൺ 4s1 3d5. ഒന്ന് ശ്രദ്ധിച്ചേ, എന്താണ് ഇവിടെ ഒരു വ്യത്യാസം? ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇവിടെ 4s1 ഉള്ളൂ. അന്നേരം നമുക്ക് പറയാൻ സാധിക്കും ഈ 5 ഇലക്ട്രോണും കൂടെ വന്നാൽ 5 ഓർബിറ്റിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അവിടെ ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി കൈവരും. ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി കൈവരുത്താൻ വേണ്ടി ക്രോമിയം 4sലെ ഒരു ഇലക്ട്രോണെ 3dയിലേക്ക് സ്വീകരിക്കുന്നു. അപ്പോൾ അവിടെ ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. ക്രോമിയത്തിന് പല പ്രോപ്പർട്ടിക്കും കാരണം ഈ ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റിയാണ്. അടുത്ത എലമെന്റ് ആണ് മാംഗനീസ്. മാംഗനീസിന് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ ആർഗൺ 4s2 3d5. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 4sൽ നിന്ന് ഇലക്ട്രോണെ വാങ്ങിക്കേണ്ട ഗതികേട് മാംഗനീസിനില്ല. അതുകൊണ്ട് അത് ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി ആണ്. അയണിന് 26 ആണ് ആറ്റോമിക് നമ്പർ. അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു പ്രത്യേകത, ഡി ഓർബിറ്റലിനകത്ത് ഒരു പെയറിംഗ് ആദ്യമായിട്ട് നടന്നു. അയണിനകത്താണ് പെയറിംഗ് നടക്കുന്നത്. കൊബാൾട്ടിനകത്ത് 3dയിൽ പിന്നെയും പെയറിംഗ് നടക്കുന്നു. നിക്കൽ 28, 2 അൺപെയർഡ് ഇലക്ട്രോൺസേ നിക്കലിലുള്ളൂ. കോപ്പറിലെ പ്രത്യേകം ശ്രദ്ധിക്കുക 29 ആണ്. ആർഗൺ 4s1 3d10 ആണ്. ആർഗൺ 4s1 3d10 ശ്രദ്ധിക്കുക. 4sൽ 1 ഉള്ളൂ. അതിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കംപ്ലീറ്റ്ലി ഫീൽഡ് സ്റ്റെബിലിറ്റി ആകാൻ വേണ്ടി കോപ്പർ സ്വീകരിച്ച് 3d10 ആയി മാറി. സിങ്കിന്റെ ആറ്റോമിക് നമ്പർ ആണ് 30. നമുക്ക് പറയാൻ സാധിക്കും 4s2 3d10 ആണ്. അതുകൊണ്ടാണ് സിങ്കിൽ ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റിലാണ്, ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലും ഗ്രൗണ്ട് സ്റ്റേറ്റിലും. അതുകൊണ്ടാണ് സിങ്ക് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറഞ്ഞത്, സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് പരിചയപ്പെട്ടത് 3D സീരീസിനകത്തെ എലമെന്റ്സ് ആണ്. 3D സീരീസിലെ സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ള എലമെന്റ്സ്, സ്കാൻഡിയം 21 തൊട്ട് സിങ്ക് 30 വരെയുള്ള എലമെന്റ്സ്. ഇപ്പോൾ നമ്മൾ 3D സീരീസിനെ പരിചയപ്പെട്ട് കഴിഞ്ഞു. എന്താണ് 4D സീരീസ്? ഇട്രിയം തൊട്ട് കാഡ്മിയം വരെയുള്ള എലമെന്റ്സ് ആണ് 4D സീരീസ്. ഈ 4D സീരീസിനകത്ത് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിറയുന്നത് 4D ഓർബിറ്റിനകത്താണ്. അടുത്താണ് 5D സീരീസ്. 5D സീരീസിനകത്ത് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത് 5D ഓർബിറ്റിലാണ്. ഏറ്റവും ലാസ്റ്റത്തെ സീരീസ് ആണ് 6D സീരീസ്. 6D സീരീസ് ഇൻകംപ്ലീറ്റ് ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത് ഡി ഓർബിറ്റിനകത്താണ്. ഈ ഡി ബ്ലോക്ക് എലിമെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കളർ കാണിക്കുന്നു. കളേർഡ് അയോൺസ് ആണ്. അതുപോലെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. കോംപ്ലക്സ് കോമ്പൗണ്ട് ഇഷ്ടം പോലെ ഉണ്ടാകുന്നു. ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു. അതുപോലെ അതിന്റെ ആറ്റോമിക് ആൻഡ് അയണിക് സൈസും അയണൈസേഷൻ എൻതാൽപ്പിയും ഇതെല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് പഠിക്കാം. ഇവിടെ ഇതെല്ലാം മെറ്റൽസ് അല്ലെ. ഈ മെറ്റൽസിന്റെ നമുക്കറിയാം മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഹൈ ആയിരിക്കും. എന്തായിരിക്കും അതിന് കാരണം? ഡ്യൂ ടു സ്ട്രോങ് മെറ്റാലിക് ബോണ്ട് പ്രസന്റ് ദിസ് എലമെന്റ്. സ്ട്രോങ് മെറ്റാലിക് ബോണ്ട് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽ. ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കാണിക്കുന്നു. അതിന് കാരണം സ്ട്രോങ് മെറ്റാലിക് ബോണ്ടും പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റലുമാണ്. Involvement of greater number of electrons from n-1 into d in addition to the ns electron in the interatomic metallic bonding. Because of stronger interatomic bonding, transition elements have high melting point and boiling point. Strong interatomic bonding ആണ് ഈ മെറ്റൽസിനകത്തുള്ളത്. അതുകൊണ്ട് ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ്.
നമുക്കറിയാം ഇതിന്റെ ആ സ്ട്രക്ചർ ലാറ്റിസൈറ്റ് ബ്രേക്ക് ചെയ്യണം, മെൽറ്റിംഗ് ഉരുക്കുക അല്ലെങ്കിൽ ബോയിൽ ചെയ്യുക എന്നുള്ളതാണ്. അന്നേരം ഇതിന്റെ ആ ലാറ്റിസൈറ്റ് അവർ തമ്മിൽ ആ ആറ്റംസ് തമ്മിൽ ഹൈ കണക്ഷൻ ആണ്, ബോണ്ടിങ്. ആ ബോണ്ടിങ്ങിനെ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ അത് ആറ്റംസ് ആയി മാറത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഹൈ ആയിരിക്കുന്നത്. Melting and boiling points are high. A large number of unpaired electrons take part in bonding. So they have very strong metallic bonding and hence high melting point and boiling point. നമുക്കിവിടെ ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫില് ആറ്റോമിക് നമ്പർ ആണ് എക്സ് ആക്സിസിനകത്ത് കാണിക്കുന്നത്, വൈ ആക്സിസിനകത്ത് മെൽറ്റിംഗ് പോയിന്റും. നമ്മൾ 3D സീരീസിനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. 3D സീരീസ് ടൈറ്റാനിയം തൊട്ട് കോപ്പർ വരെയുള്ള എലമെന്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടൈറ്റാനിയത്തിൽ നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടിക്കൂടി വരുന്നു, അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടിക്കൂടി വരുന്നതനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നു. ക്രോമിയത്തിൽ ചെല്ലുമ്പോൾ അത് മാക്സിമം ആകുന്നു. മാംഗനീസ് ഒരു എക്സെപ്ഷണൽ ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഇവിടെ അയൺ തൊട്ട് ഇവിടെ ഡിക്രീസ് ചെയ്യുകയാണ് മെൽറ്റിംഗ് പോയിന്റ്. കാരണം പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുകയാണ്. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുമ്പോൾ അവിടെ മെൽറ്റിംഗ് പോയിന്റ് കുറയുന്നു. 3D, അടുത്താണ് 4D, 5D. ഇതിന് 5D സീരീസിനാണ് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് കാണുന്ന. ടങ്സ്റ്റൺ കാണിക്കുന്നുണ്ട്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദീസ് മെറ്റൽസ് റൈസ് ടു എ മാക്സിമം അറ്റ് D5 except for anomalous value of manganese and technetium and fall regularly as the atomic number increases. The strength of interatomic bonds in transition elements is related to number of half-filled d orbital. Number of half-filled d orbital relation ഉണ്ട് ഇതിന്റെ ബോണ്ടിന്. In the beginning, the number of half-filled d orbital increases. അതാണ് ടൈറ്റാനിയം തൊട്ട് നമ്മൾ കാണുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നു. Till the middle of the period, അതാണ് ക്രോമിയം വരെ, causing increase in strength of interparticle bonds. But thereafter, the pairing of electrons in d orbital occurs and the number of half-filled orbitals decreases, which all causes decrease in melting point. Pairing നടക്കുമ്പോൾ melting point കുറയും. Greater the number of valence electron, stronger the interatomic attraction. Hence, stronger bonding between atoms result in higher enthalpy of atomization. Metals of the second and third series have greater enthalpy of atomization. ഇപ്പോൾ ഇവിടെ stronger bonding between atoms result in higher enthalpy. സെക്കൻഡിനും തേർഡിനും ഇവിടെ enthalpy of atomization high ആണ്. അതുകൊണ്ട് metals of the second and third series have greater enthalpies of atomization than the corresponding elements of the first series. Melting point കൂടുതലാണ് സെക്കൻഡിനും തേർഡിനും. ആരെ അപേക്ഷിച്ച്? ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിനെ അപേക്ഷിച്ചത്. കാരണം ഗ്രേറ്റർ ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, സ്ട്രോങ്ങർ ദ ഇന്റർ ആറ്റോമിക് അട്രാക്ഷൻ. ഓക്കെ, നമ്മള് ഗ്രാഫിൽ ഒബ്സർവ് ചെയ്യണം. ഏത് ഗ്രാഫാണ്? ആറ്റോമിക് നമ്പറും മെൽറ്റിംഗ് പോയിന്റും തമ്മിലുള്ള ഗ്രാഫ്. ഇൻ മൂവിംഗ് അലോങ് ദ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദീസ് മെറ്റൽസ് ഫസ്റ്റ് ഇൻക്രീസസ്. ടൈറ്റാനിയം തൊട്ട് ക്രോമിയം വരെ ഇൻക്രീസ് ചെയ്യുന്നു. ടു മാക്സിമം ആണത്. ആൻഡ് ദെൻ ഡിക്രീസസ് റെഗുലർലി ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. അന്നേരം തുടക്കത്തിൽ കൂടുന്നു, മാക്സിമത്തിൽ എത്തുന്നു. നടുക്കാകുമ്പോൾ ക്രോമിയമാണ് ഇവിടെ ഏറ്റവും മാക്സിമത്തിൽ നിൽക്കുന്നത്. മാംഗനീസ് ഇവിടെ എക്സെപ്ഷണൽ ബിഹേവിയർ കാണിക്കുന്നു. അത് കഴിഞ്ഞ് ആറ്റോമിക് നമ്പർ കൂടുന്ന അനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇതാണ് നിങ്ങൾ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഇപ്പം ഇത് 3D സീരീസ്, 4D, 5D സീരീസ് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. ടങ്സ്റ്റൺ ആണ് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള. നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സിനെ പറ്റി, ഓർബിറ്റലിനെ പറ്റി പറയുമ്പോൾ അതിന്റെ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. സ്ക്രീനിങ് എഫക്റ്റിനെയാണ് ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്.
The phenomenon which occurs when the nucleus reduces its force of attraction on the valence electron. ഈ ന്യൂക്ലിയസ് സ്ഥിതി ചെയ്യുന്നത് നല്ല സെൻട്രലാണ് നമുക്കറിയാം ആറ്റത്തിന്റെ. ഈ ന്യൂക്ലിയസിന് ബാഹ്യശല്യ ഇലക്ട്രോണുമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്. Nucleus reduces its force of attraction on the valence electron due to the presence of electrons in the inner shell. നമുക്ക് ഈ ഫിഗറിൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നു. ഇന്നർ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനും ബാഹ്യഷെല്ലിനും ഇലക്ട്രോൺസ് ഇടയ്ക്ക് കാണുന്നുണ്ട്. ഇന്നർ ഇലക്ട്രോൺസ്. If the electron is in s orbital, it means it is nearest to nucleus, and if in f shell, it means it is farthest from nucleus. Since atomic shielding depends on the electron density in a orbital, and electron density is very less for d and f orbital. d ക്കും f നും electron density വളരെ കുറവാണ്. Hence, it has pure shielding effect as compared to s and p orbital. s നെയും p യെയും കമ്പയർ ചെയ്യുമ്പോൾ d ക്കും f നും pure shielding effect ആണ്. ഡി ബ്ലോക്ക് എലിമെന്റ്സിന്റെ ആറ്റോമിക് സൈസിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ന്യൂക്ലിയർ ചാർജ് ഒക്കെ വരുന്നുണ്ട്. ദ ആറ്റോമിക് റേഡിയസ് ഫസ്റ്റ് ഡിക്രീസസ് ടിൽ ദ മിഡിൽ becomes almost constant and then increases towards the end of the period. നമ്മൾ പീരീഡിനകത്ത് സ്കാൻഡിയൻ തൊട്ട് സിങ്ക് വരെ പോകുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ദ ആറ്റോമിക് റേഡിയസ് ഫസ്റ്റ് ഡിക്രീസസ് എവിടം വരെ? ടിൽ ദ മിഡിൽ. അത് കഴിഞ്ഞ് അത് കോൺസ്റ്റന്റ് ആകുന്നു, പിന്നെ ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ് അതിന് കാരണം? ആറ്റോമിക് നമ്പർ കൂടുന്ന അനുസരിച്ച് ഇലക്ട്രോൺ കൂടുന്നു. ന്യൂ ഇലക്ട്രോൺ എൻറ്റേഴ്സ് ആസ് ഡി ഓർബിറ്റൽ ഈച്ച് ടൈം ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. But the shielding effect of a d electron is not that effective. Hence, the net electrostatic attraction between the nuclear charge and the outermost electron increases. ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുമ്പോൾ അതിന്റെ സൈസ് കുറയുന്നു. ന്യൂക്ലിയസിന് അട്രാക്ഷൻ ബാഹ്യ ഇലക്ട്രോണെ വലിച്ചെടുക്കുന്ന പോലെ എടുക്കുക. എന്നിട്ട് അതിന്റെ സൈസ് കുറയുന്നു. Electron outermost electron and the nuclear charge increases and the ionic radius decreases. ഇതിന്റെ ഫലം ന്യൂക്ലിയർ ചാർജ് കൂടുന്ന അനുസരിച്ച് അയോണിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ആറ്റോമിക് റേഡി ഫസ്റ്റ് ഡിക്രീസസ് ടിൽ ദ മിഡിൽ. നമ്മൾ ഈ ഗ്രാഫിൽ ഒബ്സർവ് ചെയ്യാണ്. 3D സീരീസ് ആണ്. 3D സീരീസിനകത്ത് സ്കാൻഡിയം തൊട്ട് നമ്മൾ അതിൻ്റെ വാല്യൂസ് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുകയാണ് 3D സീരീസിനകത്ത് ആറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്നു. അത് കഴിഞ്ഞത് കോൺസ്റ്റന്റ് ആയി മാറുന്നു. കോൺസ്റ്റന്റ് ആയി മാറിക്കഴിഞ്ഞിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പറയാം 3D സീരീസിനകത്ത് ആറ്റോമിക് നമ്പർ കൂടുന്ന അനുസരിച്ച്, അതായത് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് ഇവിടെ ന്യൂക്ലിയർ ചാർജ് കൂടി വന്ന് അതുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്. പിന്നീട് അത് കോൺസ്റ്റന്റ് ആകുന്നു. പെയറിംഗ് നടക്കുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അടുത്ത സീരീസ് ആണ് 4Dയും 5Dയും. നമ്മൾ ഈ ഗ്രാഫിൽ കാണുകയാണ് 4D 5D. ഈ 4Dയുടെയും 5Dയുടെയും സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം 4D that is equal to 5D. There is increase from the first 3D to the second 4D series of the element. But the radius of the third series എന്ന് പറയുന്നത് 5D series ആണ്. 5D series are same as 4D series. This is due to intervention of the 4f orbital which must be filled before the 5D series of the elements. 5D സീരീസിനകത്ത് ആദ്യം 4f ഇലക്ട്രോൺ ആണ് ഫില്ല് ചെയ്യുന്നത്. 4f ഇലക്ട്രോണിന്റെ പ്രത്യേകത മൂലമാണ് റേഡിയസ് ഓഫ് തേർഡ് സീരീസ് 4D സീരീസിന് സമാനമായത്. There is a steady decrease in atomic radius from
ലാന്തനം ഡ്യൂ ടു പ്യുവർ ഷീൽഡിംഗ് ഓഫ് ഇന്നർ കോർ ഇലക്ട്രോൺസ്. കോറഫിലെ ഇലക്ട്രോൺസിന്റെ പ്യുവർ ഷീൽഡിങ്, ദാറ്റ് ഈസ് നോൺ ആസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ. ലാന്തനൈഡ് കൺട്രാക്ഷൻ കാരണമാണ് 4D സീരീസിന്റെയും 5D സീരീസിന്റെയും സൈസ് ഒരുപോലെ ആയിരിക്കുന്നത്. There is a steady decrease in atomic radius from lanthanum due to the pure shielding of inner electrons. Lanthanide contraction. എന്നാൽ the increased nuclear charge is partially cancelled by the increased screening effect of electrons in the d orbital. ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്തോറും ഇൻക്രീസ് ചെയ്തിരിക്കുന്ന ന്യൂക്ലിയർ ചാർജിനെ പാർഷ്യലായിട്ട് ക്യാൻസൽ ചെയ്യുന്നു by the increased screening effect of electrons in the d orbitals. When the increased nuclear charge and increased screening effect balance each other, the atomic radius become constant. നമ്മുടെ നടുക്കായിട്ട് എല്ലാ എലമെന്റ്സിന്റെ കോൺസ്റ്റന്റ് ആറ്റോമിക് റേഡിയസ് കണ്ടു. അതിന് കാരണം നമുക്ക് മനസ്സിലാക്കാവുന്നത് when the increased nuclear charge and increased screening effect balance each other, number of electrons കൂടുന്നതനുസരിച്ച് ഇവിടെ ബാലൻസ് ചെയ്യണം. Increase in atomic radius towards n may be attributed the electron repulsion. ഇലക്ട്രോൺ റിപ്പൾഷൻ പെയറിംഗ് നടക്കുമ്പോൾ ഡി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുകയാണ്, നിറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ നടക്കുന്നതുകൊണ്ടാണ് ആറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത്. In fact, the pairing of electrons in d orbital occurs after d5 configuration. half-filled orbital കഴിഞ്ഞിട്ടാണ് അവിടെ പെയറിംഗ് നടക്കുന്നത്. The repulsive interaction between the paired electron causes increase in atomic radius. ഗ്രാഫിൽ ലാസ്റ്റ് നമ്മൾ കണ്ടു ആറ്റോമിക് സൈസ് കൂടുന്നു. അതിന് കാരണം റിപ്പൾസീവ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ പെയർഡ് ഇലക്ട്രോൺസ്. സിങ്കിന്റെ അതുകൊണ്ടാണ് കൂടിയിരിക്കുന്നത്. ഈ ഗ്രാഫ് 3D സീരീസിലെ എലമെന്റ്സ് ആയ സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ള എലമെന്റ്സിന്റെ ആറ്റോമിക് റേഡിയസും ആണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യാണ്. സ്കാൻഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ ആറ്റോമിക് റേഡിയസ് ഉള്ളത്. അത് കഴിഞ്ഞ് ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം കഴിഞ്ഞ് നടുക്ക് ഹാഫ് ഫിൽഡ് ഇത് വന്നപ്പോൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇത് പോവുകയാണ്, കോൺസ്റ്റന്റ് ആയിട്ട് അതിന്റെ സൈസ് നിൽക്കുകയാണ്. ലാസ്റ്റ് ആയി വന്നപ്പോൾ അത് ആറ്റോമിക് റേഡിയസ് കൂടുന്നു. സിങ്കിന് ഇതിനെ അപേക്ഷിച്ച് ആറ്റോമിക് റേഡിയസ് കൂടിയിരിക്കുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു? ഇലക്ട്രോൺ റിപ്പൾഷൻ. ഓർത്തിരിക്കുക, പെയറിംഗ് നടക്കുന്നതുകൊണ്ട് ഇലക്ട്രോൺ റിപ്പൾഷൻ. അടുത്ത പ്രോപ്പർട്ടി ആണ് അയണൈസേഷൻ എൻതാൽപ്പി. Ionization enthalpy increases in nuclear charge. There is an increase in the ionization enthalpy. Ionization enthalpy കൂടുതലാണ്, കാരണം ന്യൂക്ലിയർ ചാർജ് കൂടുതലായതുകൊണ്ട്. ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അയണൈസേഷൻ enthalpy കൂടി വരുന്നു. First ionization enthalpy increases the magnitude of the increase in the second and third ionization enthalpies for the successive elements. നമുക്കറിയാം third ionization enthalpy, second ionization enthalpy, first ionization enthalpy. third ionization enthalpy ആണ് ഏറ്റവും, അതിന്റെ വാല്യൂ ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. Ionization enthalpy increases in nuclear charge. Due to an increase in nuclear charge, there is an increase in ionization enthalpy along each series of the transition elements from left to right. Ionization enthalpy ഗ്രാഫ് ആണ്. 3D സീരീസ് ആണ്. സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ളത്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം ഇൻക്രീസ് ചെയ്യാണ് അയണൈസേഷൻ enthalpy. However, many small variation ഒക്കെ, നമുക്ക് എല്ലാം ഇൻക്രീസ് ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല. അയണും കൊബാൾട്ടും ഒക്കെ വരുമ്പോൾ അവിടെ വെരി സ്മോൾ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്.
Due to an increase in nuclear charge which accompanies the filling of the inner d orbitals, there is an increase in ionization enthalpy. Along each series of the transition elements from left to right. Transition elements in the period ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അയണൈസേഷൻ എൻതാൽപ്പി കൂടി വരുന്നു. ഫോർ എക്സാമ്പിൾ സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയാണെങ്കിൽ അവിടെ ഏറ്റവും കുറവ് സ്കാൻഡിയം, സിങ്കിനാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ഇനി അയണൈസേഷൻ എനർജിയുടെ ഈ ഇൻക്രീസിന് കാരണം ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. ആസ് ദ ട്രാൻസിഷൻ elements involve gradual filling of n-1 into d orbital. The effect of increase in nuclear charge is partially cancelled by the increase in screening effect. Consequently, the increase in ionization energy along the period of d block elements is very small. അടുത്ത പ്രോപ്പർട്ടിയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ട്രാൻസിഷൻ എലിമെന്റ്സ് ഹാവ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 1 2 അല്ല, +1 തൊട്ട് +7 വരെ. ഇപ്പൊ 3D സീരീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന് പറയാം. എന്തായിരിക്കും അതിന് കാരണം? നിങ്ങൾക്കറിയാം, ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ns2 n-1 into d 1 to 10. n-1 into ഡിയും nsഉം തമ്മിലുള്ള ആ ഓർബിറ്റില് വളരെ സ്മോൾ എനർജി ഡിഫറൻസേ ഉള്ളൂ. ട്രാൻസിഷൻ എലമെന്റ്സ് ഹാവ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഡ്യൂ ടു വെരി സ്മോൾ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ n-1 into d ആൻഡ് ns subshell electrons. Both the subshell take part in bonding. ഒരു ബോണ്ടിങ് നടക്കുമ്പോൾ ഈ രണ്ട് ഓർബിറ്റൽസും ബോണ്ടിങ്ങിൽ ഏർപ്പെടും. അന്നേരം അതുകൊണ്ടാണ് ഇവിടെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഡി ബ്ലോക്ക് എലിമെന്റ്സ്. ഇപ്പൊ നമ്മൾ 3D സീരീസ് തന്നെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെ. സ്കാൻഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ടൈറ്റാനിയം +2 +3 +4 ഉണ്ട്. വനേഡിയം +2 തൊട്ട് +5 വരെ കാണിക്കുന്നുണ്ട്. ക്രോമിയം +2 തൊട്ട് +6 വരെ. മാംഗനീസ് +2 തൊട്ട് +7 വരെ കാണിക്കുന്നുണ്ട്. അന്നേരം ശ്രദ്ധിച്ചേ, മാംഗനീസിനാണ് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുന്നത്, +2 തൊട്ട് +7 വരെ. ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള ആറ്റമാണ്, എലമെന്റ് ആണ് മാംഗനീസ്. അയൺ +2 തൊട്ട് +6, കൊബാൾട്ട് +2 തൊട്ട് +4, നിക്കൽ +2 2+4, കോപ്പർ +1ഉം +2ഉം കാണിക്കുന്നുണ്ട്. സിങ്ക് +2 ആണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്, നടുക്കുള്ള മാംഗനീസിനാണ് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത്. കാരണം എന്തായിരിക്കും? അൺപെയർഡ് ഇലക്ട്രോൺസ് ഏറ്റവും കൂടുതലുണ്ട് അല്ലെ. അതുപോലെ സ്കാൻഡിയവും സിങ്കിനും ഏറ്റവും കുറവാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത്. The elements which give the greatest number of oxidation state occur near the middle of the series. For example, manganese. Manganese exhibit a oxidation state of +2 to +7. Elements in the beginning of the series exhibit fewer oxidation state, that is small number of electrons in which they lose or contribute for sharing. Elements at the end of the series show fewer oxidation state because they have too many electrons in d orbital, so they have few vacant d orbitals. ധാരാളം ഡി ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് they have few vacant ആയിട്ടുള്ള d orbital ഇല്ല. ഡി വേക്കന്റ് ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ which can be involved in bonding. നമുക്കൊന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാംഗനീസ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നു, +7 ഉണ്ട്. One of the notable features of a transition element is the great variety of oxidation state. എന്തായിരിക്കും ഗ്രേറ്റ് വെറൈറ്റിക്ക് കാരണം? nsഉം n-1 into d ഓർബിറ്റൽസിന്റെ എനർജി ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ടാണ്.
Stability of a particular oxidation state depends upon the nature of the element with which the transition metal form the compound. The elements which give the greatest number of oxidation states occur in or near the middle of the series manganese. Low oxidation states are found when a complex compound has ligands capable of pi acceptor. For example, നിക്കൽ കാർബോണിൽ കോമ്പൗണ്ട്, അതിനകത്ത് നിക്കലാണ് മെറ്റൽ, CO എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ലിഗാൻഡാണ്. നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ 0 ആണ്. നിക്കൽ ആരാണ്? ട്രാൻസിഷൻ എലിമെൻ്റ് ആണ്. അതുപോലെയാണ് അടുത്ത ട്രാൻസിഷൻ എലിമെൻറ്റിൻ്റെ കോമ്പൗണ്ടാണ് FeCO5. ഈ കോമ്പൗണ്ടിനകത്ത് അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഇതാണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇപ്പം നമ്മൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റും ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ് കണ്ടത്. എന്നിട്ട് ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കോവാലൻ ക്യാരക്ടറാണ്. അതായത് ഇപ്പം നമ്മളാണ് നിക്കലിൻ്റെ കാർബോണിൽ കോമ്പൗണ്ടൊക്കെ. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അയോണിക്, മാംഗനീസിൻ്റെയൊക്കെ അയോണിക്കാണ്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ മോർ സ്റ്റേബിൾ ഫോർ ഹെവിയർ മെമ്പേഴ്സ്. ഹെവിയർ മെമ്പേഴ്സിനാണ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോളിബ്ഡിനം, നമ്മുടെ ഡി ബ്ലോക്ക് എലിമെൻ്റ് ആണ് മോളിബ്ഡിനം, ടങ്സ്റ്റൺ, ഇവരൊക്കെയാണ് 6 ആണ് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതൊക്കെ മോർ സ്റ്റേബിൾ ആണ്. ആരെക്കാളും ക്രോമിയം 3D സീരീസ് ആണ്. ക്രോമിയത്തിനേക്കാളും മോർ സ്റ്റേബിൾ ആണ്. ക്രോമിയം 6നേക്കാളും മോർ സ്റ്റേബിൾ ആണ് മോളിബ്ഡിനം 6. ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +8 കാണിക്കുന്ന റുത്തീനിയം ഉണ്ട്. Low oxidation states are found when a complex compound has ligand capable of pi acceptor character. ഇതാണ് കാർബോണിൽ കോംപ്ലക്സുകളായ നിക്കൽ CO4ഉം FeCO5ഉം ഒക്കെ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി 0 കാണിക്കുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡി ബ്ലോക്ക് എലിമെന്റ്സിനെ പറ്റിയായിരുന്നു. ഡി ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസായ അയണൈസേഷൻ എൻതാൽപ്പി, ആറ്റോമിക് റേഡിയസ്, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം NCERT ടെക്സ്റ്റ് വായിക്കുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ അറ്റൻഷൻ. ഗോഡ് ബ്ലെസ് യു.